അങ്ങനെ ഇതാ എല്ലാവരും കാത്തിരുന്ന ജാസ്മിൻ്റെ ഇൻ്റർവ്യൂ പുറത്തു വന്നിരിക്കുന്നു. ജാസ്മിൻ തൻ്റെ ചാനലിലൂടെ ലൈവായിട്ടും അതുപോലെ തന്നെ ഒരു വീഡിയോ ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നുമല്ല, ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്, പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. തൻ്റെ ലൈവിലൂടെയും തൻ്റെ ചാനലിലൂടെയും ജാസ്മിൻ തനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് അത് പ്രേക്ഷകരുടെ ചോദ്യത്തിനുള്ള മറുപടി ആവണമെന്നില്ല. എന്നാൽ ഈ ഇൻ്റർവ്യൂവർ വ്യക്തമായിട്ടും നല്ല നീറ്റായിട്ടും തന്നെ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അത് പ്രേക്ഷകർക്ക് എന്താണോ ചോദിക്കേണ്ടത് അത് തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ജാസ്മിൻ മറുപടിയും പറയുന്നുണ്ട്. ഇത്രയും സീസൺസ് ബിഗ് ബോസ് സീസൺസ് വന്നെങ്കിലും ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു സീസൺ ബിഗ് ബോസ് സീസൺ 6 എന്ന് തന്നെ പറയാം. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള കഥാപാത്രം ഈ ബിഗ് ബോസ് സീസൺ 6 കൊണ്ടുപോയത് ജാസ്മിൻ ജാഫർ തന്നെയായിരുന്നു. ഉറപ്പായിട്ടും നല്ല കണ്ടന്റ് ക്രിയേറ്റർ തന്നെയാണ് ജാസ്മിൻ ജാഫർ. അത് ജാസ്മിൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അതോ ഉണ്ടായിപ്പോയതാണെങ്കിൽ കൂടി നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ തന്നെയായിരുന്നു. എല്ലാവരും കപ്പടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ജാസ്മിൻ. ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ജാസ്മിൻ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു കൂട്ടിയ ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ഇൻ്റർവ്യൂവർ ചൂണ്ടിക്കാണിച്ച് ചോദിക്കുന്നത്. ആദ്യം തന്നെ ജാസ്മിൻ്റെ വൃത്തിയെക്കുറിച്ച് നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ് നഖം കടിക്കുന്നതും ചായൽ തുമ്മുന്നതും. എന്നാൽ ചായൽ തുമ്മുന്നതിനെ കുറിച്ച് എല്ലാവരും വിമർശിച്ചെങ്കിലും ചായൽ തുമ്മിയിട്ട് ജാസ്മിൻ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആരും ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, ചായൽ തുമ്മിക്കഴിഞ്ഞിട്ട് ജാസ്മിൻ പറഞ്ഞത് എന്താണെന്നറിയുമോ? ആരും കണ്ടിട്ടില്ല, ചായക്ക് ടേസ്റ്റ് കൂടുകയുള്ളൂ എന്ന്. ചായൽ തുമ്മിയതിനെ കുറിച്ച് എല്ലാവരും ഘോരഘോരം പറഞ്ഞെങ്കിലും ചാമയിൽ തുമ്മിയതിനു ശേഷമുള്ള ഈ ഡയലോഗ് ആരും ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്ത് തോന്നുന്നു നിങ്ങൾക്കിത് കേട്ടിട്ട്? ആ ചോദ്യത്തിന് ജാസ്മിന് ശക്തമായൊരു മറുപടി തന്നെയുണ്ട്. ജാസ്മിൻ പറയുന്നത് അത് സ്വാഭാവികമായിട്ട് പറഞ്ഞു പോയൊരു ഡയലോഗാണ്, അല്ലാതെ അതിൽ കൂടുതൽ ആ ഡയലോഗിൽ ഒന്നുമില്ല. ചെയ്ത തെറ്റ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, പക്ഷേ ആ ഡയലോഗ് വേണമെന്ന് വെച്ച് പറഞ്ഞതല്ല, അത് സ്വാഭാവികമായ വായിൽ നിന്ന് വന്നു പോയതാണ്. ഒരു കൗണ്ടർ അടിക്കുന്നത് പോലെ പറഞ്ഞതാണ്. പക്ഷേ ഇമാതിരി കൗണ്ടർ ഇങ്ങനെയൊരു കാര്യത്തിന് അടിക്കേണ്ടിയില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. വൃത്തിയില്ലായ്മ എന്ന ടാഗ് ജാസ്മിന് വിട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാസ്മിൻ എത്രത്തോളം കാലം സോഷ്യൽ മീഡിയയിലുണ്ടോ അത്രയും കാലം തന്നെ ജാസ്മിൻ ഈ വൃത്തിയില്ലായ്മ എന്ന ടാഗ് ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.